എലിപ്സ് വരയ്ക്കുന്ന വേറൊരു മെത്തേഡാണ് ഒബ്ലോങ് മെത്തേഡ്. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ മേജർ ആക്സിസും മൈനർ ആക്സിസിൻ്റെയും ഡയമെൻഷനാണ് തരിക. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനുള്ളത് 100 mm 80 mm ആണ് മേജർ ആക്സിസും മൈനർ ആക്സിസും. അപ്പോൾ എലിപ്സ് വരയ്ക്കാൻ വേണ്ടി നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പായ മേജർ ആക്സിസും മൈനർ ആക്സിസും വരക്കലാണ്. രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഹൊറിസോണ്ടൽ ആയിട്ട് വരക്കുന്നതായിരിക്കും മേജർ ആക്സിസ്, വെർട്ടിക്കലായിട്ട് വരക്കുന്ന എപ്പോഴും മൈനർ ആക്സിസ് ആയിട്ടാണ് വരക്കുന്നത്. നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻ ഉള്ളത് 100 mm മേജർ ആക്സിസും 80 mm മൈനർ ആക്സിസും. അപ്പോൾ അങ്ങനെ മ്യൂച്വലി പെർപെൻഡിക്കുലറായ രണ്ട് മേജർ ആക്സിസും മൈനർ ആക്സിസും വരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മെത്തേഡ് എന്ന് വെച്ചാൽ ഒബ്ലോങ് മെത്തേഡാണ്. അപ്പോൾ ഒബ്ലോങ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു റെക്റ്റാങ്കിൾ തന്നെയാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് വരുന്നത് മേജർ ആക്സിസിൻ്റെ ഡയമെൻഷനും ബ്രെഡ്ത്ത് വരുന്നത് മൈനർ ആക്സിസിൻ്റെ ഡയമെൻഷനാണ്. അപ്പോൾ അതിൽ ആ ഒരു ഡയമെൻഷനിൽ നമുക്കൊരു റെക്റ്റാങ്കിൾ വരച്ചെടുക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മേജർ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈന് മൈനർ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരക്കുന്നു. അതേപോലെ തന്നെ മൈനർ ആക്സിസിന് പാരലായിട്ടും മേജർ ആക്സിസിൽ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഇതുപോലെ തന്നെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റെക്റ്റാങ്കിൾ, ഇതേ ഡയമെൻഷനിലെ റെക്റ്റാങ്കിൾ കിട്ടും. ഇനി ഈ മേജർ ആക്സിസിന് AB എന്ന പേരും മൈനർ ആക്സിസിന് CD എന്ന പേരും, നമ്മൾ വരച്ചിരുന്ന ഈ ഒബ്ലോങ് റെക്റ്റാങ്കിളിന് EFGH എന്ന പേരും സെൻറ്ററിന് O എന്ന പേരും കൊടുക്കാം. ഇനി നമുക്ക് ആദ്യത്തെ ക്വാഡ്രൻറ്റിൽ എലിപ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആ ക്വാഡ്രൻറ്റിലുള്ള എലിപ്സിൻ്റെ മേജർ ആക്സിസിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഒരു 5 പാർട്ടായിട്ടാണ് ഞാനിവിടെ ഡിവൈഡ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ 50 mm ആണ് അതിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഈക്വലായി ഡിവൈഡ് ചെയ്യുന്നതാണ് സുഖം. 10 mm 5 പാർട്സ് ആക്കിയിട്ട് ഈക്വലായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്തെടുക്കാം. ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഡിവിഷൻ പോയിൻറ്റുകളൊക്കെ 1 2 3 4 എന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി AOനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന അതേ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് തന്നെ AEനെയും ഡിവൈഡ് ചെയ്യണം. നമ്മളിവിടെ AOനെ 5 ഡിവിഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് AEയും അതേപോലെ തന്നെ 5 കഷ്ണമാക്കണം. അപ്പോൾ അതിന് മെത്തേഡ് ഓഫ് ഡിവിഷൻ ഓഫ് ലൈൻ സെഗ്മെൻ്റ് എന്നുള്ള ഒരു പരിപാടി നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ Aയിൽ നിന്നും ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരക്കുന്നു. 5 cm അല്ലെങ്കിൽ 50 mm ഒരു ഇൻക്ലൈൻഡ് ലൈൻ വരക്കുക. അതിനുശേഷം Eയും ഇപ്പം വരച്ചിരിക്കുന്ന ലൈനിൻ്റെ എൻഡും കൂടി ജോയിൻ ചെയ്യുക. ഈ 50 mm ഇൻക്ലൈൻഡ് ലൈനിൽ ഓരോരോ 10 mm ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം EI എന്ന ലൈന് പാരലാക്കിയിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ഓരോരോ ഡിവിഷൻ പോയിൻ്റിൽ നിന്നും ലൈൻസ് AE എന്ന ലൈനിലേക്ക് ഇതുപോലെ വരച്ചെടുക്കുക. ഈ പാരൽ ലൈനുകൾ AE എന്ന ലൈനിൽ എവിടെയാണോ കട്ട് ചെയ്യുന്നത് അവിടെയൊക്കെ നമ്മൾ 1 2 3 4 എന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി Cയിൽ നിന്നും 4 3 2 1 ഓരോരോ ലൈൻസ് ഇതുപോലെ വരച്ചെടുക്കുക. ഇനി Dയിൽ നിന്നും 4ലൂടെ പാസ് ചെയ്ത് 4C എന്ന ലൈനിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ ഇതുപോലെ വരച്ചെടുക്കുക. ഇനി അതേപോലെ തന്നെ Dയിൽ നിന്നും 3ലൂടെ പാസ് ചെയ്ത് C3 എന്ന ലൈന് വരെ ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ വരക്കുക. ഇതേപോലെ തന്നെ Dയിൽ നിന്നും 2ലൂടെ പാസ് ചെയ്യുന്ന 2 വരെയുള്ളതും 1ലൂടെ പാസ് ചെയ്യുന്ന 1 വരെയുള്ള ലൈൻസ് വരക്കുക. ഇനി ഈ ഇൻ്റർസെക്റ്റിംഗ് പോയിൻറ്റുകളൊക്കെ P1 P2 P3 P4 എന്ന് മാർക്ക് ചെയ്യാം. ഇനി A P1 P2 P3 P4 C ഇത്രയും പോയിൻറ്റുകൾ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു സ്മൂത്ത് കർവ് വരച്ചെടുക്കാം. ഇനി ഇപ്പം ചെയ്ത അതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേണം ബാക്കിയുള്ള 3 ക്വാഡ്രൻറ്റുകൾ നമ്മൾ എലിപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്വാഡ്രൻറ്റ് നോക്കുന്നത് രണ്ടാമത്തെ ക്വാഡ്രൻ്റാണ്. അതിൽ OB നമ്മൾ 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി FBനെ 5 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാൻ നമ്മൾ നേരത്തെ വരച്ച പോലെ ലൈൻ സെഗ്മെൻറ്റ് ഡിവൈഡ് ചെയ്യുന്ന മെത്തേഡൊന്നും ഉപയോഗിക്കേണ്ടില്ല. നമ്മൾ നേരത്തെ അവിടെ AEനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ആ ഡിവിഷൻ പോയിൻറ്റുകളിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ നമ്മുടെ ഡിവൈഡർ എടുത്തിട്ട് ആ അളവ് ഈ FBയിലേക്ക് നമ്മൾ ഇതേപോലെ തന്നെ കൊണ്ടുവന്നാൽ മതി. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് FBനെ 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റാം. ഇനി Cയിൽ നിന്നും ഓരോ ഡിവിഷൻ പോയിൻറ്റിലേക്ക് ഇതുപോലെ ലൈൻസ് വരച്ചെടുക്കുക. ഇനി Dയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 2 3 4 എന്നീ പോയിൻറ്റുകളിലൂടെ പാസ് ചെയ്ത് 1 2 3 4 എന്നീ ലൈനുകളിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഓരോരോ ലൈൻ വരക്കുന്നു. ഈ ലൈനുകൾ ഓരോരോ ലൈനുകളിലും ടച്ച് ചെയ്യുന്ന പോയിൻറ്റുകളെ നേരത്തെ പോലെ തന്നെ P1 P2 P3 P4 എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി B P1 P2 P3 P4 C എന്നീ പോയിൻറ്റുകളൊക്കെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സ്മൂത്ത് കർവ് വരക്കുക. അങ്ങനെ രണ്ടാമത്തെ ക്വാഡ്രൻറ്റിലെ എലിപ്സും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതേ മെത്തേഡ് തന്നെ അടുത്ത 2 ക്വാഡ്രൻറ്റിലും കൂടി എലിപ്സിൻ്റെ പോയിൻറ്റുകൾ കണ്ടെത്തുക. എന്നിട്ട് ആ പോയിൻറ്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട്
എലിപ്സ്, സ്മൂത്ത് കർവായിട്ടുള്ള എലിപ്സ് വരക്കുന്നു. ഫുൾ എലിപ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.